Good morning to everybody. Today we are doing a short story by R.K. Narayan. The short story is entitled Out of Business. Means loss of job. Out of business. Loss of job. ജോലി നഷ്ടം. ജോലിയില്ലാത്ത അവസ്ഥ. R.K. Narayan, his period was between 1907 and 2001. 1907 and he died in the year 2001. R.K. Narayan was the most well-known Indo-Anglo writer. He was an Indian writer who English language, that is how he came to be known as Indo-Anglo writer. He was one of the most well-known Indo-Anglo writers. ഇംഗ്ലീഷിൽ എഴുതുന്ന ഇന്ത്യൻ എഴുത്തുകാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായിരുന്നു R.K. Narayan. He was born in 1907 in Madras. He had his education in South India itself. He got his education in South India itself. He started his career as a journalist. He began his career as a journalist. ഒരു പത്രപ്രവർത്തകനായിട്ടാണ് അദ്ദേഹം തൻ്റെ കരിയർ തുടങ്ങി. In 1935, he published his first novel, Swami and His Friends. 1935 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. ആ നോവലിൻ്റെ പേര് സ്വാമി ആൻഡ് ഹിസ് ഫ്രണ്ട്സ്, സ്വാമിയും ചങ്ങാതിമാരും. The novel introduced the town of Malgudi for the first time, like Thomas Hardy's Wessex. But Wessex is there, of course, in England, but Malgudi is a place which exists only in R.K. Narayan's fiction. R.K. Narayan's ഫിക്ഷനിൽ ചെറുകഥകളിലും നോവലിലും മാത്രം ഉള്ള ഒരു സ്ഥലമാണ് മാൽഗുഡി. ആ മാൽഗുഡി ആദ്യം അവതരിപ്പിച്ചത് 1935 പ്രസിദ്ധീകരിച്ച സ്വാമി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന നോവലിലൂടെയാണ്. The novel introduced the town of Malgudi, which later became the location of every novel and short story of R.K. Narayan. So this location became part and parcel with every novel and a short story of R.K. Narayan. Malgudi is presented as a town on the banks of the river Sarayu. നമ്മുടെ R.K. നാരായണൻ്റെ നോവലിലും കഥകളിലും ഒക്കെ അവതരിപ്പിക്കുന്നത് മാൽഗുഡിയും. സരയു എന്ന് പറയുന്ന നദി, അങ്ങനെ ഒരു നദി ഇല്ല. സരയു എന്ന് പറയുന്ന നദിയുടെ തീരത്തുള്ള ഒരു പട്ടണം. അത് മാത്രമല്ല, നിയർ ബൈ ദർ ഈസ് ദി മെംബി ഫോറസ്റ്റ്. ആ മാൽഗുഡിയോട് ചേർന്ന് അതിൻ്റെ ഒരു ഭാഗത്ത് മെംബി ഫോറസ്റ്റ് ആണ്. ദർ ഈസ് എ ട്രങ്ക് റോഡ് ടു ട്രിച്ചി. ട്രിച്ചിയിലേക്കൊരു പ്രധാന റോഡുണ്ട്. അതിൻ്റെ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ വിത്ത് ഡയറക്റ്റ് ട്രെയിൻ ടു മദ്രാസ്. ഇപ്പോഴത്തെ ചെന്നൈ പഴയ മദ്രാസിലേക്ക് നേരിട്ട് ട്രെയിനുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ മാൽഗുഡിയിലുണ്ട് എന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. Perhaps Narayan had a Lalgudi in mind when he introduced the town. Many critics are of the opinion that R.K. Narayan might have the town Lalgudi when he introduced Malgudi in his novels and short stories. പല ക്രിട്ടിക്സും പറയുന്ന R.K. നാരായണൻ്റെ മനസ്സിൽ ലാൽഗുഡി എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള സ്ഥലമായിരിക്കണം മനസ്സിൽ ഉണ്ടായിരുന്നതെന്ന്. ആ ലാൽഗുഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൗൺ ഇൻ ട്രിച്ചി. തമിഴ്നാട്ടിലെ ട്രിച്ചിയിലുള്ളൊരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ലാൽഗുഡി. ആൻഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി റിവർ സരയു അല്ല, റിവർ കാവേരി നദിയുടെ തീരത്താണ് ലാൽഗുഡി എന്ന് പറയുന്ന പട്ടണം. ചിലപ്പോൾ അതായിരിക്കണം മാൽഗുഡി ചിത്രീകരിക്കാനുള്ള പ്രേരണ R.K. നാരായണന് പ്രചോദനം നൽകിയത്. നാരായൺ wrote 2 more novels before the outbreak of the Second World War. സെക്കൻഡ് വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് he wrote 2 more novels other than Swami and His Friends. During the war, he spent his time contributing articles and short stories to magazines. 1939-45 വരെയുള്ള രണ്ടാം ലോക യുദ്ധകാലത്ത് R.K. നാരായൺ മാഗസീൻസിന് ധാരാളം ചെറുകഥകളും എസ്സേസും എഴുതിയിട്ടുണ്ട്. എസ്സേസും അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു മാഗസീൻസ് ഇൻ ദി ഫോം ഓഫ് എസ്സേസ് ആൻഡ് short stories. After the end of the war, after the end of the Second World War, the financial expert, one of his famous novels, Financial Expert,
ആൻഡ് ദി ഗൈഡ്, മാസ്റ്റർ പീസ് നോവൽ ബൈ ആർ കെ നാരായൺ. ദി ഗൈഡ്, വഴികാട്ടി. ദി ഗൈഡ്, രാജുവിൻ്റെയും റോസിയുടെയും കഥ പറയുന്ന ദി ഗൈഡ്. ആൻഡ് ഹിസ് ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് നോവൽസ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു several European and Indian languages. His short stories and novels have been translated into so many or several or many European languages and Indian languages. If Mulkraj Anand has written chiefly about the proletariat, Mulkraj Anand, നമുക്ക് മുൽക്കരാജ് ആനന്ദിൻ്റെ ഒരു സ്റ്റോറി പഠിക്കാനുണ്ട്. ആ മുൽക്കരാജ് ആനന്ദ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള പ്രോലിറ്റേറിയറ്റ്, വർക്കിംഗ് ക്ലാസ്, തൊഴിലാളി വർഗത്തെക്കുറിച്ചാണ് എഴുതിയിരുന്നതെങ്കിൽ ഈ ആർ കെ നാരായണൻ്റെ ഫിക്ഷനിലെ കഥാപാത്രങ്ങൾ, ആർ കെ നാരായൺ ഹാസ് റിട്ടൺ അബൌട്ട് ദി മിഡിൽ ക്ലാസ് ഇൻ ദി സൊസൈറ്റി. ആർ കെ നാരായൺ ഹാസ് റിട്ടൺ അബൌട്ട് ദി മിഡിൽ ക്ലാസ് ഇൻ ദി ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിലെ മിഡിൽ ക്ലാസിനെ കുറിച്ചാണ് ആർ കെ നാരായൺ എഴുതിയത്. ദെൻ ഔട്ട് ഓഫ് ബിസിനസ്, അവർ ഷോർട്ട് സ്റ്റോറി ഔട്ട് ഓഫ് ബിസിനസ് ഇസ് എ ടച്ചിങ് സ്റ്റോറി ഓഫ് എ മാൻ ഹു ഹാസ് ലോസ്റ്റ് ഹിസ് ജോബ്. തൻ്റേതല്ലാത്ത കാരണത്താൽ തൻ്റെ ജോലി നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഹൃദയസ്പർശിയായ കഥയാണ് ഔട്ട് ഓഫ് ബിസിനസ്, ലോസ് ഓഫ് വർക്ക്, ലോസ് ഓഫ് ജോബ്. ഇറ്റ് ഈസ് സെറ്റ് അഗൻസ്റ്റ് റിയലിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്. ആക്ച്വലി ദി സ്റ്റോറി ഈസ് സെറ്റ് അഗൻസ്റ്റ് എ റിയലിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്. യഥാർത്ഥമായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കഥ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദി ട്രയൽസ് ആൻഡ് സഫറിങ്സ് ഓഫ് ദി സെൻട്രൽ ക്യാരക്ടർ രാമറാവു ആഫ്റ്റർ ഹി ലോസ്റ്റ് ഹിസ് ജോബ്. ഇതിലെ കേന്ദ്ര കഥാപാത്രം രാമറാവു എന്ന് പറയുന്ന ഒരാൾ. രാമറാവുവിന് തൻ്റെ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെതായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും, അതാണ് ഈ കഥ ഡീൽ ചെയ്തത്. ദി സ്റ്റോറി ഡീൽസ് വിത്ത് ദി ട്രയൽസ് ആൻഡ് സഫറിങ്സ് ഓഫ് ദി സെൻട്രൽ ക്യാരക്ടർ രാമറാവു ആഫ്റ്റർ ഹി ലോസ്റ്റ് ഹിസ് ജോബ്. രാമറാവു വാസ് എ ഗ്രാമഫോൺ ഏജന്റ് ഇൻ മാൽഗുഡി. മാൽഗുഡിയിൽ ഗ്രാമഫോൺസ് വിൽക്കുന്ന, ഗ്രാമഫോൺസ് ബൾക്കായി എടുത്ത് ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ഒരു ഗ്രാമഫോണിൻ്റെ മാൽഗുഡിയിലെ ഏജൻ്റായിരുന്നു. പഴയ കാലത്ത് ഈ ടി വിയൊക്കെ വരുന്നതിന് മുമ്പ്, റേഡിയോയ്ക്ക് മുമ്പ് ഈ ഗ്രാമഫോൺസ് വെർ വെരി പോപ്പുലർ. പാട്ട് കേൾക്കാനായി ഡിസ്ക് ഉപയോഗിച്ച് പാട്ട് കേൾക്കുന്ന ഗ്രാമഫോൺ വളരെ പോപ്പുലറായിരുന്നു. മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, അപ്പോൾ ഇവരുടെയൊക്കെ വീടുകളിലെ ഗ്രാമഫോൺ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻഡിസ്പെൻസിബിൾ തിങ് ഓഫ് ലക്ഷറി. ആഡംബരത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത ഒരു സാധനമായിരുന്നു ഗ്രാമഫോൺ. ആ മാൽഗുഡി എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനറി ടൗൺ ഉണ്ടല്ലോ, സരയൂ നദിയുടെ കരയിലുള്ള മാൽഗുഡി ടൗണിലെ ഗ്രാമഫോൺ ഏജൻ്റായിരുന്നു രാമറാവു. ഹിസ് നെയിം ഈസ്, ദി പ്രൊട്ടഗോണിസ്റ്റ് ഈസ് രാമറാവു. He had put into that agency the little money he had inherited as security. പരമ്പരാഗതമായി കിട്ടിയ സ്വത്ത് വിറ്റ കുറച്ച് പണം, ആ പണം ഈ ഗ്രാമഫോണിലെ നോർത്ത് ഇന്ത്യയിൽ എവിടെയുള്ള കമ്പനിയിൽ അവർക്ക് സെക്യൂരിറ്റി ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു. He had put into that agency, which agency? Gramophone agency. The little money he had inherited as security. ഇയാൾ കച്ചവടം നിർത്തുകയാണെങ്കിൽ ആ സെക്യൂരിറ്റി അയാൾക്ക് തിരിച്ചു കിട്ടേണ്ടതാണ്. എ സീരീസ് ഓഫ് ഈവൻസ്, എ സീരീസ് ഓഫ് സർക്കംസ്റ്റൻസസ് ഓർ എ സീരീസ് ഓഫ് ഈവൻസ് സഡൻലി ലെഡ് ടു ഹിസ് ലോസ് ഓഫ് ജോബ്. ഈ രാമറാവുവിൻ്റെ ജോലിയുടെ നഷ്ടത്തിലേക്ക് നയിച്ചത് ഒരു ശ്രേണി സംഭവങ്ങളാണ്. എ സീരീസ് ഓഫ് ഈവൻസ് ഓർ സർക്കംസ്റ്റൻസസ് സഡൻലി ലെഡ് ടു ഹിസ് ലോസ് ഓഫ് ജോബ്. അതെന്താണ് ഈ സീരീസ് ഓഫ് ഈവൻസ്? ദി ഗ്രാമഫോൺ കമ്പനി വിച്ച് ഹാഡ് ഇറ്റ്സ് ഫാക്ടറി സംവെയർ ഇൻ നോർത്തേൺ ഇന്ത്യ ഓട്ടോമാറ്റിക്കലി കൊളാപ്സ്ഡ് വെൻ എ ബാങ്ക് ഇൻ ലാഹോർ ക്രാഷ്ഡ്. ലാഹോറിലെ ഒരു ബാങ്ക് ക്രാഷ് ചെയ്തപ്പോൾ, ബാങ്ക് തകർന്നപ്പോൾ ഈ ഗ്രാമഫോൺ കമ്പനി, ഗ്രാമഫോൺ ഉൽപ്പാദിപ്പിക്കുന്ന വടക്കേ ഇന്ത്യയിൽ എവിടെയുള്ള ഒരു കമ്പനി, അത് നശിച്ചു. കാരണം ഈ കമ്പനിയിലേക്ക് വേണ്ടുന്ന പണം വായ്പയായി എടുത്തിരുന്നത് ഈ ബാങ്കിൽ നിന്നാണ്. ദിസ് വാസ് ദി ബിഗിനിങ് ഓഫ് ദി ട്രാജഡി. ദി ഗ്രാമഫോൺ കമ്പനി വിച്ച് ഹാഡ് ഇറ്റ്സ് ഫാക്ടറി സംവെയർ ഇൻ നോർത്തേൺ ഇന്ത്യ ഓട്ടോമാറ്റിക്കലി കൊളാപ്സ്ഡ് വെൻ എ ബാങ്ക് ഇൻ ലാഹോർ ക്രാഷ്ഡ്. എന്നാൽ ബാങ്ക് നശിക്കാൻ കാര്യം എന്താ? ബാങ്കിന് പണം നൽകിയിരുന്ന ഒരു ഫിനാൻസിയർ, ഒരു ബോംബെക്കാരൻ, അന്നത്തെ കാലത്തെ ബോംബെക്കാരൻ, ഇന്നത്തെ മുംബൈക്കാരൻ, ബോംബെക്കാരൻ ഒരു ധനികനാണ് ഈ പണം നൽകിയിരുന്നത്.
ഇയാളുടെ ഭാര്യ അവിടുത്തെ അയാളുടെ ഡ്രൈവറുമായി ഒളിച്ചോടിപ്പോയി. അങ്ങനെ അപമാനം താങ്ങാനാവാതെ ഈ ഫിനാൻഷ്യർ ഒരു ദിവസം അയാളുടെ സ്വന്തം കാർ ഓടിച്ച് ഒരു കൊക്കയിലേക്ക് കാർ അങ്ങ് ഓടിച്ചിറക്കി. ദസ് ഹി ഡൈഡ്. അങ്ങനെ അയാൾ മരിക്കുകയും ചെയ്തു. ഇറ്റ് വാസ് എ ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ്. ഹി കമ്മിറ്റഡ് സൂയിസൈഡ് ബിക്കോസ് ഹി വാസ് അണേബിൾ ടു bear the humiliation caused by the wife's elopement with the driver. ഡ്രൈവറോട് ഒളിച്ചോടിയല്ലോ, അതുകൊണ്ടുള്ള ആ അപമാനം താങ്ങാനാവാതെ അയാൾ ചെയ്തത്. വാട്ട് ഹാപ്പൻസ്? എ ലീഡിങ് ഫിനാൻസിയർ, വെരി ഇമ്പോർട്ടൻറ്റ് ഫിനാൻസിയർ ഇൻ ബോംബെ, കമ്മിറ്റഡ് സൂയിസൈഡ് ബിക്കോസ് ഹിസ് വൈഫ് ഹാഡ് ഇലോപ്ഡ് വിത്ത് ഹിസ് ഡ്രൈവർ. ഈ ഫിനാൻസിയറുടെ ഭാര്യ അയാളുടെ ഡ്രൈവറോടൊപ്പം ഒളിച്ചോടി. ഇങ്ങനെയാണല്ലോ സുഖസമ്പന്നതയെ ജീവിക്കുന്ന സ്ത്രീകൾക്കെന്ന് പറഞ്ഞാൽ പലപ്പോഴും സംഭവിക്കാറുള്ളത്. ഇങ്ങനെ ഏതെങ്കിലും വീട്ടിലെ ജോലിക്കാർ, പ്രത്യേകിച്ചും ഡ്രൈവർമാരോടൊപ്പം ഒളിച്ചോടും. പിള്ളേരെ കളഞ്ഞിട്ട് ഒളിച്ചോടി പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ ഫിനാൻസറുടെ ജീവിതത്തിൽ സംഭവിച്ചത്. പിന്നെ ഇയാളുടെ പണക്കാരുടെ സർക്കിളിൽ ഇയാൾ എങ്ങനെ സഹകരിക്കും? സോ വാട്ട് ഹാപ്പൻഡ്? സോ ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. ദസ് രാംറാവു ലോസ്റ്റ് ഹിസ് വർക്ക് ആസ് ഗ്രാമഫോൺ ഏജൻറ്റ്. അപ്പോൾ ഗ്രാമഫോൺസിൻ്റെ ഉൽപ്പാദനമില്ല, ഗ്രാമഫോൺസ് വരുന്നതുമില്ല. സ്വാഭാവികമായിട്ട് കുറച്ച് തുരുമ്പൊടിച്ച ഗ്രാമഫോൺസ് മാത്രമേ കടയിലുള്ളൂ. സ്വാഭാവികമായിട്ടും ഗ്രാമഫോൺ ഏജൻസി തകർന്നു. ദി ഗ്രാമഫോൺ ഏജൻസി കണ്ടക്റ്റഡ് ബൈ രാമറാവു കൊളാപ്സ്ഡ് ബിക്കോസ് ഓഫ് ദീസ് സീരീസ് ഓഫ് ഇവൻറ്റ്സ്. ഇതാണ് നേരത്തെ പറഞ്ഞ സംഭവ പരമ്പര. ഈ സംഭവ പരമ്പരകൾ രാമറാവുവിൻ്റെ ഗ്രാമഫോൺ ഏജൻറ്റിന് തകർന്നു തരിപ്പണം. രാമറാവു ലോസ്റ്റ് ഹിസ് വർക്ക് ആസ് എ ഗ്രാമഫോൺ ഏജൻറ്റ്. ദർ വാസ് ലിറ്റിൽ മണി ഇൻ ദി ബാങ്ക്. ബാങ്കിൽ പണമില്ല. അടുത്ത കാലത്ത് അവർ നല്ല വീട് വെച്ചതൊരു ബംഗ്ലോ എന്ന് പറയാം, എ പലേഷ്യൽ ബിൽഡിങ്. ഇനി ആകെ കുറച്ച് പണമേ ബാങ്കിലുള്ളൂ. സോ ഹിസ് ബിസിനസ് വാസ് വെരി ത്രൈവിങ്. വളരെ ത്രൈവിങ് ആയിരുന്നു അയാളുടെ ബിസിനസ്. ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ബാങ്കിൽ ദർ വാസ് ലിറ്റിൽ മണി ഇൻ ദി ബാങ്ക് ആൻഡ് ഹി ഹാഡ് സം സ്റ്റോക്ക് ഓൺ ഹാൻഡ്. ഹി ഹാഡ് സം സ്റ്റോക്ക് ഓഫ് ഗ്രാമഫോൺ ഓൺ ഹാൻഡ്. പിന്നെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, കുറച്ച് ഗ്രാമഫോൺസ്. ഞാൻ നേരത്തെ പറഞ്ഞാലും കുറച്ച് ഗ്രാമഫോൺസ് ഉണ്ട്. ബട്ട് ദി സ്റ്റോക്ക് മൂഡ് ഔട്ട് വെരി സ്ലോലി. പക്ഷേ എന്തോ അതിനൊരു വെറൈറ്റി ഇല്ലാത്തതുകൊണ്ട്, ഇതൊക്കെ പഴകിയതായതുകൊണ്ട്, ചെറിയ ഔട്ട് ഓഫ് ഓർഡറിലൊക്കെ ആയതുകൊണ്ടായാലും ദി സ്റ്റോക്ക് മൂഡ് ഔട്ട് വെരി സ്ലോലി. ബിസിനസ് വാസ് മൂവിങ് വെരി സ്ലോലി. വളരെ സാവകാശം. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോഴെങ്ങാണ് ഒരു ഗ്രാമഫോൺ, അല്ലെങ്കിൽ മാസത്തിൽ ഒരു ഗ്രാമഫോൺ അങ്ങാണ് കച്ചവടം ആയാലായി. അത്രേ സംഭവിക്കുന്നുള്ളൂ. വെൻ ഹി അപ്ലൈഡ് ഫോർ ദ റീഫണ്ട് ഓഫ് ഹിസ് സെക്യൂരിറ്റി. അപ്പോൾ എന്തായാലും ബിസിനസ് മതിയാക്കിയല്ലോ. അപ്പോൾ കമ്പനിയിൽ അടച്ചിരുന്ന അയാളുടെ സെക്യൂരിറ്റി പണം, അത് കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ പണമാണ്. വെൻ ഹി അപ്ലൈഡ് ഫോർ ദ റീഫണ്ട് ഓഫ് ഹിസ് സെക്യൂരിറ്റി, ദർ വാസ് ഹാർഡ്ലി എനിവൺ അറ്റ് ദി അതർ എൻഡ് ടു റിസീവ് ദി ആപ്ലിക്കേഷൻ. ഇയാൾ നല്ല വടുവത്ത കൈയക്ഷരത്തിൽ ആ റീഫണ്ടിന് വേണ്ടി, ഇയാളുടെ സെക്യൂരിറ്റിയുടെ റീഫണ്ടിന് വേണ്ടി കമ്പനിയിലേക്ക്, നോർത്ത് ഇന്ത്യയിൽ എവിടെയുള്ളൊരു കമ്പനിയിലാണ്, ആ കമ്പനിയിലേക്ക് അവിടുത്തെ മാനേജർക്ക് അറിയാവുന്ന രീതിയിൽ കത്തയച്ചു. ദർ വാസ് നോബഡി അറ്റ് ദി എൻഡ് ടു റിസീവ് ദി ലെറ്റർ. അവിടെ കമ്പനിയിലെ പൂട്ടിപ്പോയി. ആ കത്ത് സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ദി മണി ഇൻ ദി ബാങ്ക് വാസ് ഫാസ്റ്റ് മെൽറ്റിങ്. അറിയാമല്ലോ, ബാങ്കിലുള്ള പണം എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം വലിയുന്നത് പോലെ വരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ദി മണി ഇൻ ദി ബാങ്ക് വാസ് വെരി ഫാസ്റ്റ് മെൽറ്റിങ്. രാമറാവുസ് വൈഫ് സെൻഡ് അവേ ദി കുക്ക് ആൻഡ് സെർവൻറ്റ്. രാമറാവുവിൻ്റെ ഭാര്യ ഒരു നല്ലൊരു മഹനീയമായ ഒരു സ്വാതിരത്നം. അവർ ഷീ ടുക്ക് സം മെഷേഴ്സ് ടു ഫേസ് ദി ന്യൂ സർക്കംസ്റ്റൻസസ്. അതിന് ആദ്യപടിയായിട്ട് പാചകക്കാരി ഉണ്ടായിരുന്നു. അവർ നല്ല ബിസിനസ്സായിരുന്നല്ലോ. പാചകക്കാരി ഉണ്ടായിരുന്നു, വീട്ടിലൊരു സെർവൻറ്റും ഉണ്ടായിരുന്നു. അവരെ രണ്ടുപേരെ അങ്ങ് പറഞ്ഞു വിട്ടു. രാമറാവുസ് വൈഫ് സെൻഡ് അവേ ദി കുക്ക് ആൻഡ് ദി സെർവൻറ്റ്. ചിൽഡ്രൻ വെയർ സെൻറ്റ് ടു ദി ഫ്രീ പ്രൈമറി സ്കൂൾ. ഒരു ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിലാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നും കുട്ടികളെ അവിടുന്ന് കുട്ടികളുടെ TC വാങ്ങിച്ചിട്ട് ഒരു ഗവൺമെൻറ് സർക്കാർ വക പ്രൈമറി സ്കൂളിൽ കുട്ടികളെ അയച്ചു. നോക്കണേ സംഭവിക്കുന്നത്. എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഹാപ്പൻ ഇൻ ദി ലൈവ്സ് ഓഫ് ദീസ് പീപ്പിൾ. The children were sent to a free primary school. They let out. വാടകയ്ക്ക് കൊടുത്തു. They let out. To let കണ്ടിട്ടുണ്ടല്ലോ വാടകയ്ക്ക് എന്നുള്ളത്. They let out their bungalow. അവർ
അടുത്ത കാലത്തുണ്ടാക്കിയ ബംഗ്ലോ അത് വാടകയ്ക്ക് കൊടുത്തു. ആൻഡ് മൂവ്ഡ് അവേ ടു വെരി സ്മാൾ ഹൗസ് ബിഹൈൻഡ് ദി മാർക്കറ്റ്. മാൽഗുഡിയിലെ ചന്തയുടെ അവിടെ ചേർന്നുള്ള ചന്തയ്ക്ക് പുറകിലുള്ള ഒരു ചെറിയ സ്ഥലത്ത് വളരെ ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്ത് താമസമായി. മറ്റേ ആ ബംഗ്ലാവ് വാടകയ്ക്ക് കൊടുത്ത പണം കൊണ്ട് വേണം ഇവരുടെ എല്ലാ ചെലവുകളും, ഇതിൻ്റെ വാടകയും കൊടുക്കണം, അവരുടെ ചെലവുകളും നടക്കണം. അതിനുവേണ്ടി ചെറിയ വീട്ടിലേക്ക് ഇവർ താമസം മാറ്റി. Their house in the extension an area in മാൽഗുഡി. മാൽഗുഡിയിൽ ഒരു ഏരിയയാണ് എക്സ്റ്റൻഷൻ. വളരെ ഫാഷനബിളായ റിച്ചായ ആൾക്കാർ താമസിക്കുന്ന പ്രദേശമാണ് എക്സ്റ്റൻഷൻ. അവിടെയായിരുന്നു അവരുടെ ബംഗ്ലോ. ദി ഹൗസ് ഇൻ ദി എക്സ്റ്റൻഷൻ ഹാഡ് എ കോമ്പൗണ്ട് ആൻഡ് ഹിസ് ചിൽഡ്രൻ പ്ലേഡ് ദെയർ വിത്ത് എ ഡസൻ അതർ ചിൽഡ്രൻ. അവരുടെ ആ ബംഗ്ലോ നിൽക്കുന്ന സ്ഥലം ഒരു 50 സെൻറ്റ് പുരയിടമാണ്. അവിടെ ആ വിശാലമായ ബംഗ്ലാവ്, ആ വലിയ വീട് കഴിഞ്ഞിട്ട് വിശാലമായ മുറ്റമുണ്ട്. ആ മുറ്റത്ത് ഈ രാമറാവുവിൻ്റെ മക്കൾ കളിക്കുമായിരുന്നു. കൂടെ സമീപത്തുള്ള അയൽപ്പക്കത്തുള്ള ഒരു ഡസൻ കുട്ടികളുണ്ടാകും കളിക്കാൻ. ബട്ട് ഹിയർ ദ ചിൽഡ്രൻ ഹാഡ് നോ ഫ്രണ്ട്സ്. ഇവിടെ ഈ മാർക്കറ്റ് പ്ലേസിൽ ദ ചിൽഡ്രൻ ഹാഡ് നോ ഫ്രണ്ട്സ് അറ്റ് ആൾ. കുട്ടികൾക്ക് ഫ്രണ്ട്സ് ഇല്ല ഇവിടെ. ദേ കുഡ് പ്ലേ ഓൺലി ഇൻ ദി ബാക്ക് യാർഡ് ഓഫ് ദെയർ സ്മോൾ ഹൗസ്. ഇപ്പം അവർക്ക് കുട്ടികൾ കളിക്കണമെങ്കിൽ അവരുടെ ചെറിയ വീട്, വാടക വീടിൻ്റെ പുറകുവശത്ത് അല്പസ്ഥലം, ചെറിയ ഒരു മുറ്റം, അവിടെ മാത്രമേ അവർക്ക് കളിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ദേ കുഡ് പ്ലേ ഓൺലി ഇൻ ദി ബാക്ക് യാർഡ് ഓഫ് ദെയർ സ്മോൾ ഹൗസ്. ദെയർ ഷർട്ട്സ് വെർ ടോൺ. പിള്ളേരുടെ ഷർട്ട്സൊക്കെ ഇപ്പം ഏതായാലും ജോലി നഷ്ടപ്പെട്ടിട്ട് 6 മാസമായി. പിള്ളേരുടെ ഷർട്ട്സൊക്കെ കീറി നശിച്ചു. ദെയർ ഷർട്ട്സ് വെർ ടോൺ. ഹിസ് വൈഫ് ടു ഹാഡ് ടു വർക്ക് ഹാർഡ് ആൻഡ് ടു ലിവ് ഇൻ മിസറി. ഭാര്യയും ഇപ്പം വേലക്കാരും ഇല്ല, ഒറ്റയ്ക്കാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. പുറത്തെ ടാപ്പിൽ പോയി വെള്ളം പിടിച്ചുകൊണ്ട് വരാൻ, വിറകഷ്ണങ്ങൾ ശേഖരിച്ച് പാചകം ചെയ്യണം. വളരെ പെടാപ്പാട് പെടുകയാണ്. ഷീ ഹാഡ് ടു ലിവ് ഇൻ മിസറി. മിസറി മീൻസ് അൺഹാപ്പിനെസ്. ആകെ ദുരിതമയമായിരുന്നു അവരുടെ ജീവിതം, രാമറാവുവിൻ്റെ ഭാര്യയുടെ ജീവിതം. ഓൾ ദി ക്യാഷ് ഇൻ ഹാൻഡ് വാസ് നൗ ഗോൺ. ഓൾ ദി ക്യാഷ് ഇൻ ഹാൻഡ് വാസ് നൗ ഗോൺ. ബാങ്കിൽ അല്പം പണം ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം തീർന്നു. 6 മാസത്തിനിടയിൽ അതെല്ലാം തീർന്നു. Their only source of income was the small rent they were getting from their house. അവരുടെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടുണ്ടല്ലോ, അതിൻ്റെ റെൻ്റായി കിട്ടുന്ന ചെറിയ തുകയായിരുന്നു അവരുടെ ആകെയുള്ള വരുമാന മാർഗം. Their only source of income was the small rent they were getting for their house. രാമറാവു tried to get a new job. രാമറാവു എവിടെയെങ്കിലും, നാട്ടിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും, അവിടെ ചെറിയ കമ്പനികളൊക്കെ ഉണ്ട്, അവിടെയാണ് ജോലി ചോദിക്കാമെന്ന് വിചാരിച്ചു. രാമറാവുവിന് എങ്ങനെയാണ് ആ ജോലി ആവശ്യപ്പെടേണ്ടത്, എങ്ങനെയാണ് വിനയം പ്രദർശിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഇയാളും ഒരു വലിയൊരു ബിസിനസ്സുകാരനായിരുന്നല്ലോ. ഇയാൾ വിസിറ്റിംഗ് കാർഡുണ്ട്, പണ്ട് അടിച്ചു വെച്ചിരുന്ന വിസിറ്റിംഗ് കാർഡുണ്ടോ, ഏതെങ്കിലുമൊക്കെ കമ്പനി ചെന്നിട്ട് വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുക്കും. ഐ വാണ്ട് ടു സീ ദി മാനേജർ എന്ന് പറയും. ഇപ്പം മാനേജറെ കാണുമ്പം അവിടെ മാനേജർ ഇരിക്കാൻ പറയുന്നതിന് മുമ്പ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നിട്ട് ചോദിക്കും, ഐ ഹാവ് നോ ജോബ് നൗ, വുഡ് യു പ്ലീസ് ഗിവ് മീ എ ജോബ്. എനിക്ക് പണിയൊന്നുമില്ല, വുഡ് യു പ്ലീസ് ലെറ്റ് മീ ഹാവ് എ ജോബ്. ഒരു ജോലി തരും, വുഡ് യു പ്ലീസ് ഗിവ് മീ എ ജോബ് എന്ന് ചോദിക്കും. അയ്യോ സോറി, ഇപ്പം ഇവിടെ നിങ്ങൾക്ക് പറ്റിയ ജോലിയൊന്നുമില്ല. എന്നാലും ജോലി വരുമ്പം വി വിൽ സെർട്ടൻലി റിമെമ്പർ യു വെൻ എ ജോബ് കംസ്. ജോലി വരട്ടെ, അന്നേരം നിങ്ങളെ ഓർമ്മിക്കാമെന്ന് പറഞ്ഞേക്കും. വെറുതെയാണ്, അവർ വിളിക്കത്തില്ല. അങ്ങനെ നിരാശനായിട്ട് രാമറാവു പുറത്തേക്ക് വരുന്നു. ഇപ്പം എന്താ ചെയ്യുന്നത്? അരിയും പൊരിയൊന്നും വാങ്ങാൻ പണമില്ലല്ലോ, പൈസയില്ലല്ലോ. So Ramarao tried to get a new job, but he failed in his attempt. ആ ഉദ്യമത്തിൽ പരാജയപ്പെട്ടു. Then one day he saw a journal in the Jubilee reading room. അവിടെ മാൽഗുഡിയിൽ ജൂബിലി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഉണ്ട്. ആ ജൂബിലി റീഡിംഗ് റൂമിൽ പത്രങ്ങളും കുറേ മാഗസീൻസും ഉണ്ട്, ഫ്രീ ആയിട്ട് വായിക്കാം. Ramarao, in order to spend his time, in order to while away his time, he entered the Jubilee reading room. What is the name of the reading room? Jubilee reading room. ആ ജൂബിലി റീഡിങ്ങിലേക്ക് പ്രവേശിച്ചു. അവിടെ പല പത്രങ്ങൾ നോക്കി. അപ്പം അയാളുടെ ശ്രദ്ധയിൽ ഒരു മാഗസിൻ കണ്ടു. മാഗസിനിലാകെ 4 പേജുകളേ ഉള്ളൂ. ആൻഡ് ദി ജേണൽ വാസ് കോൾഡ് ദി ക്യാപ്റ്റൻ. ദി നെയിം ഓഫ് ദി ജേണൽ വാസ് ദി ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ എന്നായിരുന്നു പേര്. ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് 4 pages. 4 പേജുള്ള കഥയും വാർത്തയൊന്നും അതിലില്ല. ആൻഡ് ഓൾ ഓഫ് ദി പേജസ് ആർ ഡിവോട്ടഡ് ടു
all of the pages of the captain were devoted to crossword puzzles. പദപ്രശ്നങ്ങൾ, ക്രോസ്വേഡ് പസിൽസ് അറിയാമായിരിക്കും. ദ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലും ഒക്കെ ഇപ്പോഴും ഉണ്ട് ക്രോസ്വേഡ് പസിൽസ്. അപ്പോൾ നമ്മളത് ചില ക്ലോസ് കിട്ടും, അത് തലങ്ങനെയും വിലങ്ങനെയും ഓരോ അക്ഷരങ്ങൾ വയ്ക്കുമ്പോൾ അനുയോജ്യമായ വാക്കുകൾ അതിൽ തിരശ്ചീനമായും പിന്നെ അതുപോലെ പാരലായാലും വെർട്ടിക്കലായാലും നമുക്കത് ഫില്ലപ്പ് ചെയ്യുമ്പോൾ ശരിയാകുമ്പോൾ കറക്റ്റ് ആൻസേഴ്സ് ആയിരിക്കും വരുന്നത്. ദേ ആർ ക്രോസ്വേഡ് പസിൽസ്. നിങ്ങളൊക്കെ ഒരുപക്ഷെ ബാലരമയിലും ബാലയുഗത്തിലും അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങളിൽ ക്രോസ്വേഡ് പസിൽസ് കണ്ടിട്ടുള്ളവരാണല്ലോ. അപ്പോൾ ദി ക്യാപ്റ്റൻ, ദി മാഗസീൻ ഓർ ദി ജേണൽ ഹാഡ് 4 pages ആൻഡ് ഓൾ ഓഫ് ദി പേജസ് വർ ഡിവോട്ടഡ് ടു ക്രോസ്വേഡ് പസിൽസ്. പദപ്രശ്നങ്ങൾ മാത്രമായിരുന്നു അതിൽ. ഇറ്റ് ഓഫേർഡ് എവറി വീക്ക് എ ഫസ്റ്റ് പ്രൈസ് ഓഫ് 4000 rupees. അതായത് ഒരു സെറ്റ് പദപ്രശ്നം പൂർത്തിയാക്കി പത്രാധിപർക്ക് അയച്ചു കൊടുത്ത് ശരിയായാൽ വിന്നറാണെന്നുണ്ടെങ്കിൽ ആ വിന്നറിന് 4000 രൂപ കിട്ടും. ഇൻ ദോസ് ടൈംസ് 4000 rupees വാസ് എ ഹ്യൂജ് എമൗണ്ട്. ഈ രാമറാവിൻ്റെ 50 സെൻറ്റ് പുരയിടവും വീടും വിറ്റാൽ അന്നത്തെ കാലത്ത് 4000 രൂപയെ കിട്ടത്തുള്ളൂ. ചിലപ്പോൾ 5000 രൂപ കിട്ടുമായിരിക്കും, അതിൽ താഴെ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ 4000 രൂപ എന്ന് പറയുന്ന ഒന്നാം സമ്മാനം ഇറ്റ് വാസ് എ ബിഗ് എമൗണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിലാളി വർഗവും പാവപ്പെട്ടവരുമാണ് കൂടുതൽ ലോട്ടറി ടിക്കറ്റ്, സർക്കാരിൻ്റെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്. അപ്പം അവർ ഈ ടിക്കറ്റ് എടുത്തിട്ട് ഓരോ ദിവസവും നറുക്കെടുപ്പുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് റിസൾട്ട് ആകുമ്പോഴത്തേക്കും വെപ്രാളമാണ്. ചിലർ അവർ കൈരളി ടി വിയിൽ അത് നോക്കും, അതെല്ലാം മൊബൈലുള്ളവരാണെങ്കിൽ അത് റിസൾട്ട് നോക്കും, ആവേശപൂർവ്വം നോക്കും. ഒന്നാം സമ്മാനം മുതലായിരിക്കും നോക്കുന്നതില്ല. അവസാനം ഒന്നും 100 രൂപ പോലും ഇല്ല. ആകെ നിരാശതയാകും. നിരാശത മാറ്റാൻ വേണ്ടി ഇന്നേ ലോട്ടറി എടുക്കുന്നു. അങ്ങനെ വീണ്ടും പ്രത്യാശയിൽ കഴിയുന്നു. പിറ്റേ ദിവസം നിരാശതയുണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഓണം ബമ്പർ വരാൻ പോകുന്നു. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. അപ്പോൾ വലിയ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. 12 കോടി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഐ വിൽ വിൻ. ദൈവം എന്നെ സഹായിക്കും. അത്രമാത്രം ഞാൻ വിഷമിക്കുന്നുണ്ട്, അത്രമാത്രം ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഗോഡ് വിൽ സെർട്ടൻലി ഹെൽപ്പ് മീ. ഞാൻ എന്തായാലും 400 രൂപ മുടക്കി എന്തായാലും ഞാൻ ടിക്കറ്റ് എടുക്കും, അല്ലെങ്കിൽ 600 രൂപ മുടക്കി ടിക്കറ്റ് എടുക്കും. ഐ വിൽ വിൻ. അങ്ങനെ ഒരു ദിവസത്തെ കൂലി മുഴുവനും കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. ഒരാൾ ഒരു ടിക്കറ്റ് എന്നല്ല ഒരു ദിവസം എടുക്കുന്നത്. ചിലരൊക്കെ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒന്നിലധികം ഓരോ ബുക്കിൽ നിന്നും ഓരോ ടിക്കറ്റ് വീതം പല സീരീസിൽപ്പെട്ട പല ലോട്ടറി ടിക്കറ്റ്സ് എടുക്കുന്നത്. ദി ടേക്കിംഗ് ഓഫ് ദി ലോട്ടറി ഗിവ്സ് ദം എക്സ്പെക്റ്റേഷൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്നു ഈ ലോട്ടറിയുടെ എടുപ്പെന്ന് പറയുന്നത്. അങ്ങനെ പലരും എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ലോട്ടറിയാണ് ചെറിയ തൊഴിലാളികളൊക്കെ എടുത്ത് കൂട്ടിയിട്ടുള്ളത്. ഇയാൾ ഇതിന് അഡിക്റ്റായി പോയി ക്രോസ്വേഡ് പസിലിന്. കാരണം ഒന്നാം സമ്മാനം 4000 രൂപയാണ്. സോ ഹി ബിക്കെയിം ആൻ അഡിക്റ്റ് ഓഫ് ക്രോസ്വേഡ് പസിൽസ്. ഫോർ ദി നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഹിസ് ഹെഡ് വാസ് ഫ്രീ ഫ്രം ഫാമിലി കെയേഴ്സ്. ഏതാനും ആഴ്ചകളായിട്ട് ഇയാൾ റീഡിംഗ് റൂമിൽ വരും. ക്യാപ്റ്റൻ മാഗസീൻ അതിൽ ഇത് മുറിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് വീട്ടിൽ ഭാര്യയോട് ചോദിച്ച്, എടി 1 രൂപ എനിക്ക് തന്നെ, 1 രൂപ എനിക്ക് വേണം, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാമ്പോൾ 1 രൂപ എനിക്ക് താ പ്ലീസ്. 1 രൂപ വാങ്ങിച്ച് ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന മാഗസിൻ മേടിക്കുന്നു. അതിന് ക്രോസ് വേർഡ്സ് മുറിച്ചെടുത്ത് ഇയാൾ ഫില്ലപ്പ് ചെയ്ത് എല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ ഇയാൾ അയക്കുന്നു. 50 പൈസ അയക്കാനും വേണം. അങ്ങനെ 1 രൂപ വേണം. 50 പൈസ അന്നത്തെ കാലത്ത് 8 അണ ഈ മാഗസിൻ്റെ വിലയും. ഫോർ ദി നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഹിസ് മൈൻഡ് വാസ് ഫ്രീ ഫ്രം ഫാമിലി കെയേഴ്സ് മീൻസ് വറീസ്. കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും ഇയാളെ ബാധിച്ചില്ല. കാരണം ഹി വാസ് ഇൻറ്റൻസ്ലി തിങ്കിങ് ഓഫ് ദി ആൻസേഴ്സ്. ഹിസ് മൈൻഡ് വാസ് ഓൾവേസ് പോണ്ടറിങ് അബൌട്ട് ദി ആൻസേഴ്സ്. ഈ ക്രോസ്വേഡ് പസിൽസ് ചേർക്കാനുള്ള ആൻസേഴ്സാണ് ഇയാളുടെ മനസ്സ് നിറയെ. വേദർ ഇറ്റ് ഷുഡ് ബി ടാലോ ഒരു ഫാളോ. എൻ്റെ ദൈവം ഇതെന്താ ടാലോയാണോ, TALLOW ആണോ, അതോ F ആണോ ഇനി വേണ്ടത്? ബാക്കി ALLOW ഒക്കെ ശരിയാ. അപ്പോൾ ഫാള് F ആണോ T ആണോ വേണ്ടത്? F ആണോ T ആണോ വേണ്ടത്? വെദർ ബാഡ് ഓർ മാഡ് ഓർ സാഡ് വുഡ് ബി ദി മോസ്റ്റ് ആപ്റ്റ് ക്ലൂ. Whether bad or mad or sad would be the most apt clue to the question to which said men are of this had better be avoided. Men are of this. ഇങ്ങനെയുള്ള ആളുകൾ
ഹാഡ് ബെറ്റർ ബി അവോയ്ഡഡ്. അവരെ ഒഴിവാക്കണം. ഇങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കണം. അത് ബാഡ്മെന്നാണോ, മോശമായ ആളുകളെയാണോ, സാഡ് എപ്പോഴും ദുഃഖവുമായി നടക്കുന്ന ആളുകളെയാണോ, അതോ മാഡാണോ? AD ശരിയാണ്. ഇനിയിപ്പോൾ M ആണോ S ആണോ അതോ B ആണോ വേണ്ടത്? എൻ്റെ ദൈവമേ, ബാക്കിയെല്ലാം ശരിയായി. Aയും Dയും ശരിയായി. ആദ്യം വരുന്ന S ആണോ B ആണോ M ആണോ അതേ അറിയാനുള്ളൂ. അയാളുടെ മനസ്സ് നിറയാതായി. വീക്ക് ആഫ്റ്റർ വീക്ക് രാമറാവു ഇൻവെസ്റ്റഡ് എ ലിറ്റിൽ മണി ആൻഡ് സെൻഡ് ഈ സൊല്യൂഷൻസ്. എല്ലാ ആഴ്ച ഇയാളുടെ പണിയെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കയ്യിൽ നിന്നും വാടക കിട്ടുന്ന പൈസ അത് കൊടുത്ത് അവർ കുടുംബകാര്യങ്ങൾ നോക്കുന്നു. അതിൽ നിന്ന് ₹1 വാങ്ങും. അത് ഈ ക്യാപ്റ്റൻ മാഗസിൻ മേടിക്കാനും അതുപോലെ അതിലെ പദപ്രശ്നം ക്രോസ്വേഡ് ബസ്സിൽ ഫില്ലപ്പ് ചെയ്ത് അയച്ചു കൊടുക്കാൻ, സ്റ്റാമ്പ് മേടിച്ച് കവറും എല്ലാം സ്റ്റാമ്പ് വാങ്ങി എൻവലപ്പ് വാങ്ങി അയച്ചു കൊടുക്കാനും വേണ്ടി ചിലവഴിക്കും. അപ്പോൾ വീക്ക് ആഫ്റ്റർ വീക്ക് ഹി ഇൻവെസ്റ്റഡ് എ ലിറ്റിൽ മണി ഓൺ ദീസ് ക്രോസ്വേഡ് പസിൽസ് ആൻഡ് സെൻഡ് ദീസ് സൊല്യൂഷൻസ് ബട്ട് ഹി ഡിഡ് നോട്ട് ഗെറ്റ് എനി പ്രൈസ്. 4 സമ്മാനം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു സമ്മാനവും കിട്ടിയിട്ടില്ല. ഹി നെഗ്ലക്റ്റഡ് ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഇപ്പോൾ ഭാര്യയും മക്കളെയും കുറിച്ച് ഒന്നും ഒരു ചിന്തയില്ലേ. ഡ്രഗ് അഡിക്റ്റ് പോലെ ആയിപ്പോയി രാമറാവു. പദപ്രശ്നം, മാഡ്, സാഡ്, ബാഡ്. വീട്ടിലേക്ക് കയറി വരുന്ന ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പിച്ചും പെയ്യും പറയുന്ന പോലെ ടാലോ ഫാലോ മാഡ് സാഡ് ബാഡ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഭാര്യ അവിടെ ഭൂമുഖത്ത് വീടിൻ്റെ വാതിൽക്ക് ഇയാളെ കാത്തു നിന്നാലും അവരെ പോലും കാണില്ല. നീ ഇവിടെ അയക്കുമായിരുന്നു. അപ്പോൾ ഇയാളുടെ മനസ്സ് നിറയെ ക്രോസ്വേഡ് പസിൽസ് എന്ന് പറഞ്ഞു. ഒരു നല്ല ഉദ്ദേശ്യമാണ്, കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷെ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത പാത. So it was the wrong path he took. He became an addict to crossword puzzles. His mind was fully occupied with crossword puzzles and finding answers. This violent alternating between hope and despair. എല്ലാ ആഴ്ചയും ഇങ്ങനെ പ്രത്യാശ ഉണ്ടാകുന്നു. റിസൾട്ട് വരുമ്പോൾ അടുത്ത ഇഷ്യൂവിൽ അടുത്ത ലക്കത്തിൽ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആൻസേഴ്സ് വരുമ്പോൾ പോയി. വേറെ ആർക്കോ അങ്ങ് ശ്രീലങ്കയിലോ ബലൂചിസ്ഥാനിലോ ഒക്കെ ഉള്ള ആർക്കോ ഇത് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത്, 1ാം സമ്മാനം അവർക്ക് ആർക്കോ ആണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ദിസ് വയലൻ്റ് ആൾട്ടർനേറ്റിംഗ് ഓർ ഓസിലേഷൻ ബിറ്റ്വീൻ ഹോപ്പ് ആൻഡ് ഡെസ്പെയർ. ഇയാളുടെ മനസ്സ് പ്രത്യാശയിൽ നിന്നും നിരാശയിലേക്കാണ് പോകുന്നത്. വീണ്ടും അടുത്ത ലക്കം വരുമ്പോഴത്തേക്ക് വീണ്ടും പ്രത്യാശയിലേക്ക് വരുന്നു. അടുത്ത ലക്കത്തിൽ ആൻസേഴ്സ് വരുമ്പോൾ നിരാശതയിലേക്ക് പോകുന്നു. അങ്ങനെ വന്നപ്പോൾ this oscillation or this alternating, this violent alternating soon wrecked, destroyed, distracted his nerves and balance. It destroyed his nerves and mental balance. അതുകൊണ്ട് മനസ്സിൻ്റെ സമനില തെറ്റിയ ആളിനെ പോലെയായി. ഇപ്പം കുളിയില്ല, അങ്ങനെ സമയത്ത് ആഹാരം കഴിപ്പില്ല, ആ മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് ഇയാൾ എല്ലാ ദിവസവും ജൂബിലി റീഡിങ് റൂമിലേക്ക് ഓടിപ്പോകുന്നു, നോക്കുന്നു, പദപ്രശ്നം നോക്കുന്നു, കടയിൽ പോയി 50 പൈസ കൊടുത്ത് ഈ ജേണൽ വാങ്ങുന്നു, 50 പൈസ മുടക്കി ഇത് അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെയായി അയാളുടെ ജീവിതം. ഹി വാസ് ലിവിങ് ഇൻ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്. ഹി നൗ quarreled with his wife if she refused to give him a rupee a week for the puzzles. ക്രോസ്വേഡ് പസിൽസ് അയക്കാൻ വേണ്ടി ₹1 ആഴ്ചയിൽ ₹1 കൊടുത്തില്ലെങ്കിൽ ഇയാൾ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കും. തരാനാണ് പറഞ്ഞത്, വഴക്കുണ്ടാക്കുമായിരുന്നു. ഹി quarreled with his wife. I was very calm and quiet. അവരിങ്ങനെയൊന്നും വഴക്കൂടി ജീവിച്ചിട്ടില്ല. ആൻഡ് he quarreled with his wife if she refused to give him a rupee a week for the crossword puzzles. One day the good journal captain announced a special offer of 8,000 rupees. അപ്പോൾ ഒരു ദിവസത്തിൽ അവരുടെ വാർഷിക പതിപ്പ് ഇറക്കുന്നതോടനുബന്ധിച്ച് 1ാം സമ്മാനം 8,000 രൂപയായിട്ട് ഇരട്ടി തുകയായി 8,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. One day the good magazine captain announced a special offer of 8,000 rupees. It excited Ramarau's vision. ഇതുവരെ ഞാൻ ജയിക്കാതിരുന്നത് ഇത് ജയിക്കാനാണ്. God will be on my side now. Yes, of course. It excited Ramarau's vision of a future tenfold. 10 മടങ്ങ് നല്ല മനോഹരമായ ഭാവിയെക്കുറിച്ചുള്ള അയാളുടെ കാഴ്ചപ്പാട് 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. This offer, special offer, excited
രാമറാവുസ് വിഷൻ ഓഫ് എ ഫ്യൂച്ചർ ടെൻഫോൾഡ് 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഹി സ്റ്റഡീഡ് ദി പേഴ്സൺ. അയ്യോ, ഇത് മിക്കവാറും എനിക്ക് അറിയാവുന്നതാണല്ലോ. ഇയാൾ നേരെ വീട്ടിൽ പോയി ഭാര്യയോട് പറഞ്ഞു, ഡേ ഈ ആഴ്ച എനിക്ക് ₹1 വരെ, ഐ വാണ്ട് 5 rupees, എനിക്ക് 4 പെണ്ണം അയക്കണം. അപ്പം അത് അയക്കുന്ന നേരെ ₹5 വേണം. അയക്കുന്ന കൂലിയും കൂടെ ചേർത്ത് മാഗസിൻ വായിക്കണം. 4 വലിച്ചേർത്ത് 4 അയക്കാൻ പോവുകയാണ്. ഇപ്പോൾ പല സീരീസിലുള്ള ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലെ യു മസ്റ്റ് ഗിവ് മീ 5 rupees. ഒരു എക്സ്ക്യൂസും പറയണ്ട, ₹5 തന്നേ പറ്റൂ, അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ ഞാൻ ഞരം മുറിച്ച് ഞാൻ മരിക്കും, ആത്മഹത്യ ചെയ്യും. Give me 5 rupees, he said to his wife, at which that good lady became speechless. എൻ്റെ ദൈവമേ, ₹5 ഒരാഴ്ചത്തെ ചെലവുണ്ട് ₹5 എന്ന് പറഞ്ഞാൽ. In those times 5 rupees was nearly a week's food for the family. ഏതാണ്ട് ഒരാഴ്ച ആ വീട്ടിലെ പിള്ളേർക്ക് ഉൾപ്പെടെ ആഹാരത്തിനുള്ള വകയുണ്ട് ₹5. But Ramarao was quite insensitive. He has become insensitive now. ഇയാൾ അതൊന്നും അറിയുന്നില്ല. അതിലൂടെ എല്ലാം വീട്ടുകാര്യങ്ങളോടെല്ലാം തികച്ചും നിസ്സംഗഭാവമാണ് രാമറാവു was quite insensitive. He had only to turn his attention to speculate. Hope or dope or rope made most sense for the clue. Some people prefer to this to despair. Clue ഇതാണ്. Some people prefer to this to despair. നിരാശത അനുഭവിക്കുന്നതിലും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് ഇതാണ്. നിരാശപ്പെടുന്ന ആളുകൾ അവസാനം ചെയ്യുന്ന ഇതാണ്. എന്നിട്ട് കയറെടുക്കുമോ, അതോ പ്രത്യാശയോടെ നടക്കുമോ? എന്താണ് എൻ്റെ ദൈവമേ? ആ ഒരൊറ്റ ആൻസറിലേ ഉള്ളൂ കൺഫ്യൂഷൻ. അപ്പം ഭാര്യയുടെ വഴക്കും ഭാര്യ പറയുന്ന ഒന്നും അയാൾ കേൾക്കുന്നില്ല. He was quite insensitive to the words of his wife. He had only to turn his attention to speculate. Speculate means guess. He had only to turn his attention to speculate. Hope or dope or rope made the most sense to the clue. Some people prefer to this to despair. നിരാശത അനുഭവിക്കുന്നതിലും ആളുകൾ ചിലർ പ്രിഫർ ചെയ്യുന്നത് ഇതാണ്. അതെന്താണ്? ഹോപ്പാണോ, ഡോപ്പാണോ, റോപ്പാണോ? ഹോപ്പായിരിക്കാം. നിരാശയേക്കാൾ നല്ലത് ഹോപ്പല്ലേ. ആഫ്റ്റർ സെൻഡിങ് അവേ ദി സൊല്യൂഷൻസ് ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ്. ഭാര്യ പാവം സ്ത്രീ ഒരാഴ്ചത്തെ ഇനി പട്ടിണി കിടക്കാം, പട്ടിണി കിടന്ന് എല്ലാവരും ചാവട്ടെ, ₹5 എടുത്തു കൊടുത്തു. ആഫ്റ്റർ സെൻഡിങ് അവേ ദി സൊല്യൂഷൻസ്, ദി ആൻസേഴ്സ് ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ്, he built elaborate castles in the air. Building castles in the air means daydreaming. ഇയാൾ ദിവാസ്വപ്നങ്ങളിൽ മുഴുകി ആകാശക്കോട്ട കെട്ടാൻ തുടങ്ങി. He began to build elaborate very big castles in the air. If he won, വിജയിച്ചു കഴിഞ്ഞാൽ, വിജയിക്കുന്നത് ഉറപ്പാണ്, ₹8,000 എനിക്കാണ്. അതാ ദൈവം ഇത്രയും നാൾ ഈ ഒരു വർഷമായിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുകിടന്നത് തന്നെ അതിനാണ്. If he won, he would send away his tenants വാടകക്കാർ. He would send away his tenants, take his wife and children back to the Bangalore. ആ ബംഗ്ലോറിലേക്ക് ഭാര്യയും കുട്ടികളെയും തിരികെ കൊണ്ടുപോകും. and leave all the money to his wife's hands. എന്നിട്ട് ആ കിട്ടുന്ന ₹8,000 മുഴുവനും കൊടുക്കും. എന്നിട്ട് ഒരു ₹100 തരാൻ പറയും. He himself would take 100, ഒരു ₹100 ആവശ്യപ്പെടും. and go away to Madras and seek his fortune there. എന്നിട്ട് ആ ₹100 കൊണ്ട് മദ്രാസിലേക്ക്, മാൽഗുഡിയിൽ നിന്ന് നേരെ മദ്രാസിലേക്ക് ട്രെയിൻ ഉണ്ടല്ലോ, മദ്രാസിലേക്ക് ട്രെയിൻ കയറുന്നു. അവിടെ ചെന്ന് എന്തെങ്കിലും ജോലി സമ്പാദിക്കുന്നു. മദ്രാസിൽ ചെന്ന് എന്തെങ്കിലും ജോലി സമ്പാദിക്കുന്നു. ആ പ്രത്യാശയോടെയാണ് ഒരാഴ്ചയാൾ കഴിഞ്ഞുവിട്ടത്. ജയിക്കും. പിറ്റേന്നാണ് ഇഷ്യൂ വരുന്നത്. തലേന്ന് ഉറക്കം വന്നില്ല. രാവിലെ തന്നെ ഇയാൾ കടയിൽ ചെന്നിട്ട് ആ കടക്കാരൻ്റെ കൈയും കാലും പിടിച്ച് ജൂബിലി റീഡിംഗ് റൂമിൽ വരുമ്പോൾ താമസിക്കും എന്തായാലും. അപ്പോൾ കടക്കാരൻ്റെ കൈയും കാലും പിടിച്ച് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇയാൾ അതിൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ എന്താണ്? ബട്ട് നൗ ഓൾസോ luck did not favor him at all. Now also luck did not favor him at all. ഇപ്പോഴും
ഭാഗ്യദേവത കടാക്ഷിച്ചില്ല. He had many incorrect answers. He had sent so many incorrect answers. എഴുതി അയച്ചത് പല ആൻസേഴ്സും തെറ്റാണ്. 5 രൂപയിൽ പോയി ഒരാഴ്ച കഞ്ഞി കുടിക്കാനുള്ള പണം ഉണ്ടായിരുന്നു. എന്തിനാണ് ഇനി എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കുട്ടികൾക്കും ഒരു ഭാരമായിട്ട് ജീവിക്കുന്നത്? വേണ്ട. Disappointed and frustrated, Ramarao decided to end his life. Totally disappointed and frustrated, Ramarao took a decision to end his life. വേണ്ട, ജീവിതം അങ്ങ് അവസാനിപ്പിക്കാതെ നല്ലത്. അവരെങ്കിലും എങ്ങനെയും വാടക വാങ്ങിച്ച് കഴിയട്ടെ. ദൈവം വെറുത്തവനാണ് ഞാൻ. I will not succeed in life. അവസാനിപ്പിക്കാം. He thought that in the moment of despair his wife and children did not matter. ഈ നിരാശതയുടെ മുഹൂർത്തത്തിൽ ഭാര്യയും പിള്ളേരൊന്നും പ്രശ്നമില്ല. അവരെന്നെ കാണാത്തവർക്ക് നല്ലത് അതാണ്. He thought that in the moment of despair his wife and children did not matter at all. He walked along the railway line. What did Ramarao do? Ramarao walked along the railway line. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, മലകുടിയിൽ. ആ റെയിൽവേ ലൈനിലൂടെ നടന്നു. ആൻഡ് ദെൻ ലേ അക്രോസ് ദി ലൈൻ. കുറേ ദൂരം ചെന്നങ്ങ് ഇരുട്ടായപ്പോൾ കുറ്റാക്കുറ്റ ഇരുട്ട അവിടെ ആ പാളത്തിന് കുറുകെ അങ്ങ് കിടന്നു ഇയാൾ. ഹീ ലേ അക്രോസ് ദി ലൈൻ. ഇറ്റ് വാസ് ഡാർക്ക്. നല്ല കുറ്റാക്കുറ്റിരുട്ട്. ഹീ ഹോപ്ഡ് ദാറ്റ് സമയത്ത് വരാനുണ്ടല്ലോ, 10 മിനിറ്റേ ഉള്ളൂ ട്രിച്ചിനാപ്പള്ളിയിൽ നിന്ന് മദ്രാസിലേക്കൊരു ട്രെയിൻ, അത് വരാനുണ്ട്. ഹീ ഹോപ്ഡ് ദാറ്റ് ഇൻ 10 minutes ദ ട്രെയിൻ ഫ്രം ട്രിച്ചിനാപ്പള്ളി വുഡ് ബി അറൈവിങ്. ട്രിച്ചിനാപ്പള്ളി എന്നുള്ള ട്രെയിൻ 10 മിനിറ്റിനകം വരും. അതോടെ ഈ ശപിക്കപ്പെട്ട ജന്മം അങ്ങ് അവസാനിക്കുകയും ചെയ്യും. ദി സർക്കേഴ്സ് ഓഫ് ദ ബർത്ത് വിൽ കം ടു ആൻ എൻഡ്. യെസ്. He lay on the railway line for long. 10 മിനിറ്റ് എന്ന് പറഞ്ഞു, അരമണിക്കൂറായി, 3/4 മണിക്കൂറായി, 1 മണിക്കൂറായി, 1.5 മണിക്കൂറായി. ഒരു ട്രെയിനും വരുന്നില്ല. He lay on the railway line for long, but the train did not arrive. The train did not come. He rose. ചാടി എഴുന്നേറ്റു. He rose and walked back to the station. ഇതെന്താ എൻ്റെ ദൈവം എങ്ങനെ മരിക്കാൻ പോലും സമ്മതിക്കത്തില്ലേ. He walked back to the station. There was a good crowd. സ്റ്റേഷനിൽ വലിയ ആൾക്കൂട്ടം. There was a good crowd on the platform. സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ വലിയ ആൾക്കൂട്ടം. He asked someone. അവിടെ വന്ന് ആരോടോ രാമറാവ് ചോദിച്ചു, what has happened to the train? ട്രെയിൻ എന്നാ പറ്റി? ട്രെയിൻ കാണുന്നില്ലല്ലോ, ട്രെയിൻ എന്നാ പറ്റി എന്ന് ചോദിച്ചു. അതോ, a goods train has derailed 3 stations off and the way is blocked. അത് ഒരു ഗുഡ്സ് ട്രെയിൻ നേരത്തെ പാളം തെറ്റി 3 സ്റ്റേഷൻ അപ്പുറത്ത് പാളം തെറ്റി കിടക്കുക. അപ്പോൾ റെയിൽവേ ലൈൻ ബ്ലോക്കാണ്. ഇപ്പോൾ അവിടെ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞോണ്ട് ഇൻഫർമേഷൻ വന്നു, ഓൾ ദി ട്രെയിൻസ് വിൽ ബി അറ്റ്ലീസ്റ്റ് ലേറ്റ് ബൈ 3 hours. ഓൾ ദി ട്രെയിൻസ് വിൽ ബി അറ്റ്ലീസ്റ്റ് 3 hours ലേറ്റ് ടുഡേ. എല്ലാ ട്രെയിനും കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും വൈകുന്ന സ്റ്റേഷൻ മാസ്റ്റർ ഇപ്പം ഞങ്ങളോട് പറഞ്ഞു. എനിക്കെൻ്റെ ഭാര്യയെ കാണണം, എൻ്റെ മക്കളെ എനിക്ക് കാണണം. ഈ സൂയിസൈഡ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പൾസീവായിട്ട് ചെയ്യുന്നതാണ്. ഇഫ് ദേ ഗെറ്റ് എ മോമെൻറ്റ് ഫോർ ദെയർ തോട്ട്, ദേ ക്യാൻ കം ഔട്ട് ഓഫ് ദെയർ ഇമ്പൾസീവ്നെസ്. അപ്പോൾ അവരുടെ ഇമ്പൾസീവ്നെസ്സിൽ നിന്ന് പുറത്തേക്ക് വരാം. 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റോ അറ്റ്ലീസ്റ്റ് 1 സെക്കൻഡെങ്കിലും അവർക്ക് ചിന്തിക്കാൻ അവസരം കിട്ടിയാൽ മതി. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറായി. അപ്പോൾ ഇപ്പോൾ ആ ചിന്തയങ്ങ് മാറി, ദൈവം എന്നെ രക്ഷിച്ച വാസ്തവത്തിൽ എന്നാ രാമറാവന് തോന്നിയത്. അയ്യോ, ദൈവം എന്നെ രക്ഷിച്ചു, എനിക്ക് എൻ്റെ ഭാര്യയെ കാണണം, എൻ്റെ കുട്ടികളെ കാണണം. He was very anxious to see his wife and children. Oh God, you have shown me mercy. Ramarao cried and ran home. ദൈവമേ, എന്നോട് കരുണ കാട്ടിയല്ലോ, എൻ്റെ ജീവൻ രക്ഷിച്ചല്ലോ, എനിക്കെൻ്റെ ഭാര്യയും കുട്ടികളെ കാണണം. ഇയാൾ ഓടി വീട്ടിലേക്ക് പോയി. His wife was waiting at the door, looking down the street. ഭാര്യയാണെങ്കിൽ സമയം 11 മണി, രാത്രി 11 മണിയായി, 8 മണിക്കുമ്പോൾ വീട്ടിൽ വരുന്ന ആളാണ്. കാണാത്തതുകൊണ്ട്
ഭാര്യ വാതിൽക്കൽ തന്നെ അവിടെ അങ്ങ് റോഡിൽ ഇരുളടഞ്ഞ റോഡിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടെ ഒരേ നിൽപ്പ്. പക്ഷെ കാണുന്നില്ലല്ലോ. എന്തെങ്കിലും പറ്റിയോ? ഇനി അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ എങ്ങാനും ആയോ? His wife was waiting at the door looking down the street. She brightened up and sighed with relief on seeing രാമറാവ്. അങ്ങനെ നമുക്ക് കാണാം. രാമറാവ് മെല്ലെ നടന്നു വരുന്നു. രാമറാവിനെ കണ്ടത് അവൾക്ക് ആയി അങ്ങ് പ്രസന്നയ്യോ ദൈവമേ. She brightened and she heaved a sigh of relief. She produced a sigh of relief. ആശ്വാസത്തിൻ്റെ ഒരു നിശ്വാസം തീർത്തു. Why are you late today? എന്താ വൈകിയത്? ഞങ്ങൾ പേടിച്ചു പോയി. She asked. I was somehow feeling very restless the whole day. ഇന്ന് നിങ്ങൾ പോയതിനു ശേഷം എനിക്ക് ആകെപ്പാട് ഒരു അസ്വസ്ഥയായിരുന്നു. എന്തോ ഒരു മനസ്സിലൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. I was somehow feeling restless the whole day. Even the children were worried. പിള്ളേർ ഒരു ആകെ ഭയന്നിരുന്ന അപ്പയെ കാണുന്നില്ലല്ലോ, അപ്പ എങ്ങോട്ട് പോയി, അപ്പ എങ്ങോട്ട് പോയി, അപ്പ എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു. പിള്ളേർ ഇവിടെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ദേ ഹാവ് ജസ്റ്റ് ഗോൺ ടു സ്ലീപ്പ്. അവരിപ്പോഴേ അങ്ങോട്ട് കിടക്കാൻ തുടങ്ങിയത്, ഉറങ്ങാൻ പോയത്. ദേ ഹാവ് ജസ്റ്റ് ഗോൺ ടു സ്ലീപ്പ്. എന്തെങ്കിലും ഉണ്ടോടി തന്നെ? അവര് കുറച്ച് കഞ്ഞി കുടിക്കും. When he sat down to eat, she said. അപ്പോൾ രാത്രിയിൽ കുറച്ച് കഞ്ഞി കുടിക്കാനായിട്ട് ഒടിയനി പറയുന്നത് പോലെ കഞ്ഞി കുടിക്കാനായിട്ടിരുന്നപ്പോൾ ഷീ സെഡ്, പിന്നെ അവർ ടെനൻസ് കെയിം ദിസ് ഈവനിങ് ടു ആസ്ക് ഇഫ് യു വുഡ് സെൽ ദി ഹൗസ്. വൈകുന്നേരം വാടകക്കാരുടെ വീട്ടിൽ വന്നിരുന്നു. അയാളും ഭാര്യയും കൂടെ അവിടെ വീട്ടിൽ വന്നിരുന്നു. അവർ ചോദിച്ചു നമ്മുടെ വീട് അവർക്ക് കൊടുക്കുമോ എന്ന്. അവർക്ക് ആ വീടിനോടൊരു വലിയ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഈ ഒരു വർഷമായിട്ട്. ദേ ആർ റെഡി ടു ഓഫർ ഗുഡ് ക്യാഷ് ഫോർ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. പൈസയൊക്കെ അവരുടെ കയ്യിലുണ്ട്, നല്ല തുക, മാന്യമായ തുക തരാമോ അവർ പറഞ്ഞു. ദേ ആർ റെഡി ടു ഓഫർ ഗുഡ് ക്യാഷ് ഫോർ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഷീ ആഡഡ് ക്വയറ്റ്ലി. എന്നിട്ട് പറഞ്ഞു, ഷീ ആഡഡ് ക്വയറ്റ്ലി, ഐ തിങ്ക് വി മേ സെൽ ദി ഹൗസ്. ദേ എനിക്ക് തോന്നുന്നു നമുക്ക് ആ വീടങ്ങ് വിറ്റാലെന്താ? ഇയാൾ എന്ത് പറയുമെന്നുള്ളത് അറിയത്തില്ല. ഷീ സെഡ് ക്വയറ്റ്ലി ദിസ്. എക്സലൻ്റ് ഐഡിയ, നല്ല ഐഡിയ, എക്സലൻ്റ് ഐഡിയ. രാമറാവ് റിപ്ലൈഡ് jubilantly. Jubilantly means joyously or happily. This minute we can get 4,500 for it. This minute we can get 4,500 for it. ഈ നിമിഷം കൊടുത്താൽ ആരും ഉണ്ടല്ലോ 4,500 രൂപ കണ്ണു അടച്ചുകൊണ്ട് തരും നമ്മുടെ വീടിനും പുരയിടത്തും ഉറപ്പായിട്ടും. Give the 500 to me. Give me the 500 and I will go away to Madras. അതിൽ 500 രൂപ നീ എനിക്ക് തരണം. And I will go away to Madras and see if I can do anything useful there. അവിടെ പോയി എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത് എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി നമ്മുടെ ഈ പരാധീന, നമ്മുടെ ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. 500 രൂപ മതി. 500 രൂപ. Are you going to employ your 500 rupees to get more money out of your puzzles? എന്നതാ, എന്നാത്തിന് 500? മദ്രാസിൽ പോകാൻ തന്നെയാണോ അതോ കൂടുതൽ മാഗസീൻസിൽ നിന്നും കൂടുതൽ ക്രോസ് വേർഡ് പസിൽസ് കണ്ടെത്തി അയക്കാനോ? She added quietly. At this, Ramarao became depressed. At this, Ramarao depressed. And he said with great emphasis, Ramarao വല്ലാണ്ടായി. നീ എന്നെ പരിഹസിക്കരുത്. നോ നോ നോ, നെവർ അഗൈൻ. എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ ഈ ക്രോസ് വേർഡ് പസിൽസ് നോക്കത്ത് പോലുമില്ല. നോ നോ, നെവർ അഗൈൻ. So thus ends the story. The story clearly brings out the character and the temperament of രാമറാവ്. ഈ കഥ രാമറാവുവിൻ്റെ സ്വഭാവത്തെ വ്യക്തമാക്കുന്നു. He is a middle-aged man, മധ്യവയസ്കനാണ്. He is a middle-aged man devoted to his family. കുടുംബത്തോട് അർപ്പണബോധമുള്ളവനാണ്. ഇയാൾ ക്ലോസ് വേർഡ് പസിൽസ് ഞാൻ അതിന് അഡിക്റ്റായി പോയത് കുടുംബത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ്. He is loving, affectionate and hard working. He is of course loving
അഫെക്ഷനേറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്, സ്നേഹമുള്ളവനാണ്, കഠിനാധ്വാനിയുമാണ്. വെൻ ഹീ ഈസ് ഔട്ട് ഓഫ് ഹിസ് വർക്ക്, വെൻ ഹീ ഈസ് ഔട്ട് ഓഫ് ഹിസ് ബിസിനസ് ഓർ ഔട്ട് ഓഫ് ഹിസ് വർക്ക്, he tries every desperate means to earn an income. When he is out of his work, he tries every desperate means to earn an income. ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാഹസികമായി പല കാര്യങ്ങൾ ചെയ്തു. അതിലൊന്നായിരുന്നു ക്രോസ് വേർഡ് പസിൽസ്. When he fails, he tries to end his life. ജീവിതത്തിൽ അങ്ങനെ പരാജയപ്പെടുമ്പോൾ രാമറാവു tries to end his life. He learns from experience. അനുഭവത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഇയാൾ പഠിക്കുന്നു. He learns a lot of lessons from his own experiences. He decides to work and live for his family and to do something useful. And finally he decides to work. എന്തെങ്കിലും ജോലി, മദ്രാസ് വരെ പോയാൽ മതി, എന്ത് ജോലിയായാലും ചെയ്ത് പണം സമ്പാദിക്കണം. And live for his family, കുടുംബത്തിന് വേണ്ടി ജീവിക്കണം. And to do something useful, ഉപയോഗപ്രദമായ എന്തെങ്കിലും ചെയ്യണം. That was what he wanted.